ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 റിലീസായ ദ വേൾഡ് ഓഫ് മൈ എന്ന രസകരമായ ഒരു കൊറിയൻ കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ നാറി അവളുടെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് വരുന്നതാണ്. ഹൈസ്കൂളിൽ എത്തുന്ന ആദ്യ ദിവസമാണ്. വളരെ എക്സൈറ്റ്മെന്റിലാണ്. അത് ക്ലാസ് തുടങ്ങുന്ന പുതിയൊരു സ്ഥലം എന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ല, മറിച്ച് നാറി അത്യാവശ്യം ശരീരഭാരമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ കഴിഞ്ഞ വെക്കേഷൻ 2 മാസത്തിൽ അവൾ നന്നായി തന്നെ ശരീരഭാരം കുറച്ചു. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് അവൾക്ക് കൂടിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ ശരീരത്തിന്റെ ഒക്കെ പേരിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയം കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരുന്ന ആ ഒരു കാര്യങ്ങളൊന്നും തനിക്ക് ഇനി അനുഭവിക്കേണ്ടി വരില്ല. താനിപ്പോ ആർക്കും കളിയാക്കാൻ മാത്രം ശരീരഭാരമുള്ള ഒരാളല്ല എന്ന തോന്നലാണ് അവൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നത്. പക്ഷെ ആ സന്തോഷം എല്ലാം പോകുന്ന രീതിയിൽ അവിടെ നാറി ഒരാളെ കാണുന്നു. അത് അവളുടെ പണ്ടത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന യൂനയാണ്. ഇപ്പോ ഹൈസ്കൂൾ വെച്ചും അവർ ഒരേ സ്ഥലത്തേക്ക് പഠിക്കാൻ വന്നിരിക്കുന്നു എന്നത് നാറിയെ സന്തോഷിപ്പിക്കാത്തതിന് കാരണം ഇടയ്ക്ക് വെച്ച് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ കാണുന്ന യൂന നാറിയുടെ അടുത്ത് വീണ്ടും കൂട്ടുകൂടാനായി വരുന്നു. യൂന ലുക്ക് കൊണ്ടും അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ആർക്കും ഒരു രീതിയിൽ ഒരു കുറ്റവും പറയാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അവളുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പലപ്പോഴും വളരെ ഇൻസെക്യൂർഡായി നാറി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആകാമോ എന്ന് യൂന വന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഫ്രണ്ട്സ് ആകാമെന്ന മറുപടിയാണ് നാറി നൽകുന്നത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് കൈവിട്ടുപോയ അവരുടെ സൗഹൃദം തിരിച്ചു പിടിക്കാനായി ഒരുങ്ങുന്ന അവർ നമ്പറൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ആ സ്കൂളിലെ മറ്റ് 2 ഫ്രണ്ട്സിനെ കിട്ടുന്നു, സിയോയും ജിയും. ഇവര് രണ്ടുപേരെയും യൂനയ്ക്ക് അത്ര പിടിക്കുന്നില്ലെങ്കിലും നാറിക്ക് ഫ്രണ്ട്സ് എന്നത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകെട്ടിലേക്ക് കുറെ പേര് എത്തുന്നത് അവൾക്കൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഇവരൊരു ഗ്യാങ്ങായി മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ ക്ലാസ്സിലും കാണുമല്ലോ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില പെൺകുട്ടികൾ. ഇവരുടെ ക്ലാസ്സിലുണ്ട്. അവളുടെ പേര് സൂബിൻ എന്നാണ്. സൂബിൻ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് അങ്ങ് പിടിക്കാതെ ഇവർ തമ്മിൽ തെറ്റിക്കാനായി ഓരോ ഗോസിപ്പുകൾ ഇവരെ പറ്റി അടിച്ചിറക്കുന്നു. ആ 4 ഫ്രണ്ട്സിലെ 3 പേര് എന്ത് സുന്ദരികളാ, നാറി എന്തിനു കൊള്ളാം, അവളെ കണ്ടാൽ തന്നെ ഒരു തടിച്ചിപ്പാറുവിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്ന നാറി അതൊക്കെ കേട്ട് വിഷമിക്കുന്നു എന്നല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടാതെ യൂന അവരോട് എതിർത്ത് സംസാരിക്കുന്നു. ഇതേസമയം ഇവരുടെ ക്ലാസ്മേറ്റ് ആയ ജിൻഹ്യൂക്കിന് നാറിയോട് ഒരു താല്പര്യമുണ്ട്. അവൻ എപ്പോഴും അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും അവരങ്ങനെ കമ്പനി ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ നാറിയുടെ ബർത്ത്ഡേ ദിവസം അവൾക്ക് കൂട്ടുകാരി ചെറിയൊരു കേക്ക് കട്ടിംഗ് അറേഞ്ച് ചെയ്യുന്നു. അവിടെ എത്തുന്ന ജിൻഹ്യൂക്ക് അവളെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സിയോ മറ്റൊരു കിടക്കൻ സർപ്രൈസ് നാറിക്ക് നൽകുന്നു. അത് സിയോ ഒരു K-pop ട്രെയിനിയായി പോകുന്ന സ്ഥലത്തെ ഒരു ഐഡൽ പയ്യനാണ്. അവനാകട്ടെ നാറിയുടെ ഫേവറേറ്റും ആണ്. അതുകൊണ്ട് തന്നെ താൻ ടിവിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള തന്റെ ഫേവറേറ്റ് ഐഡലിനെ നേരിൽ കാണുന്നതിന്റെ ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവൾ ആ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത് കാണുന്ന ജിൻഹ്യൂക്കിന് കുറച്ച് അസൂയൊക്കെ ഫീൽ ആവുന്നുണ്ട്. യൂന കുറച്ച് ചോക്ലേറ്റ്സ് ആണ് നാറിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി നൽകുന്നത്. അങ്ങനെ അവർ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ സൂബിൻ യൂനയോട് കൂട്ടുകൂടാനായി ശ്രമിക്കുന്നു. പക്ഷെ സൂബിൻ ആളത്ര ശരിയല്ല എന്ന് നന്നായി അറിയാവുന്ന നാറിയെ പറ്റി കമന്റ് അടിച്ചത് നീയല്ലേ എന്ന് പറഞ്ഞ് അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. കൂടാതെ സൂബിൻ പ്ലാസ്റ്റിക് സർജറി ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ നാട്ടില് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മുഖം മിനുക്കുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അതിങ്ങനെ എടുത്തു പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൊള്ളും. ആ കാര്യം പറഞ്ഞ് സൂബിനെ യൂന കളിയാക്കി വിടുമ്പോൾ അത് കേട്ട് മറ്റുള്ളവരെ ചിരിക്കുന്നു. സൂബിൻ അത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും നാറിക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൾ ഇങ്ങനെ കളിയാക്കലുകളൊക്കെ കേട്ട് കുറച്ച് സങ്കടപ്പെട്ട ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയാ നീ ഇതൊക്കെ പറയുന്നറിയാം, എന്നാലും അങ്ങനെയൊന്നും പറയണ്ടെന്ന് യൂനയോട് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജിൻഹ്യൂക്ക് നാറിയുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ ഓവർടേക്ക് ചെയ്ത് അവരവരുടെ ക്ലാസിന്റെ ഭാഗമായുള്ള ഒരു ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുന്ന ടൈം അവിടെ ഉണ്ടായിരുന്ന സീനിയർ പയ്യൻ നാറിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. പുള്ളിക്കാരൻ നാറിയോട് പെട്ടെന്ന് സംസാരിച്ച് കമ്പനിയായി ഫോൺ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നാറിയും ഏതാണ്ട് താല്പര്യമുള്ള കണക്ക് തന്നെ നമ്പർ പെട്ടെന്ന് കൊടുക്കുന്നു. പക്ഷെ പിന്നീട് ഇതറിയുന്ന യൂന ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഡേറ്റ് ചെയ്യരുത്, അതൊന്നും ശരിയാവില്ല, പ്രശ്നമാവും, നോക്കിയും കണ്ടും വേണം നമുക്ക് മുന്നോട്ട് ലൈഫിൽ പറ്റിയ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ ജിൻഹ്യൂക്ക് അവിടെ ഉണ്ടായിരുന്നു. അവനും അത് ശരിവെക്കുന്നു. അവനാണെങ്കിൽ അസൂയാണല്ലോ. പക്ഷെ ഞാൻ ആളെ ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ആ സീനിയർ പയ്യനുമായി ഒരു കഫേയിലേക്ക് നാറി പോകുന്നു. ഈ സമയത്താണ് ഇത് നമ്മുടെ ജി അറിയുന്നത്. അവൾ അപ്പോഴേ പറയുന്നുണ്ട്, ആ സീനിയറോ, അയാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, അയാൾ അത്ര നല്ലവനല്ല എന്ന് തോന്നുന്നതെന്നല്ല. പക്ഷെ അതപ്പോ നാറി കേട്ടില്ലെങ്കിലും അവൾക്ക് അത് ശരിവെക്കുന്ന രീതിയിൽ ഒരു അനുഭവം ഉണ്ടാവുന്നു. അവളെ കഫേയിലേക്ക് വിളിച്ചോണ്ട് പോയ സീനിയർ അവളോട് നിന്റെ ഫ്രണ്ട് ജിയെയും എന്നെയും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കി തരാവോ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നാറി ഭയങ്കര അപ്സെറ്റ് ആവുന്നു. കൂടാതെ അവളെ മാത്രമല്ല മറ്റു ചില പെൺകുട്ടികളുടെ കാര്യവും ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ ആളത്ര ശരിയല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഉദ്ദേശം ഒന്നും നടക്കില്ല, താൻ വിചാരിക്കുന്ന നടക്കൊന്നും എന്നെ കിട്ടില്ല എന്നല്ല നാറി പറയുന്ന ടീം സീനിയർ നാറിയെ വായി വന്നതൊക്കെ പറയുന്നു. നിന്നെ പോലെ ഒരുത്തിക്ക് എന്റെ കൂടെ ഇങ്ങനെ കഫേയിൽ വന്ന് കുറച്ചു നേരം മിണ്ടാൻ തന്നെ ഒരു ചാൻസ് കിട്ടിയത് വലിയ സംഭവമാണെന്ന് വിചാരിക്കണം, അല്ലാതെ നെഗളിക്കല്ല വേണ്ടെന്നായിരുന്നു
അയാൾ പറയുന്നത്. അങ്ങനെ നല്ല സങ്കടത്തിൽ അന്ന് മടങ്ങിയെത്തുന്ന നാറി യൂന കാര്യം തിരക്കുമ്പോ എല്ലാം തുറന്നു പറയുന്നുണ്ട്. നീ വിഷമിച്ചിരിക്കണ്ട, നീ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഇനിയെങ്കിലും ചുമ്മാ ആരെങ്കിലും വന്നാൽ ഉടനെ ഡേറ്റിങ്ങിന് സമ്മതിക്കരുത്. ആ ആളെ മാത്രം നീ ഡേറ്റ് ചെയ്താൽ മതി. നിനക്ക് ഇനി എന്തെങ്കിലും പ്രപ്പോസൽ വന്നാൽ നീ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതെപ്പോഴും ഓർമ്മ വേണമെന്നല്ല യൂന പറയുമ്പോ നാറി അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ സീനിയറിന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയ നാറി ആകെ ചമ്മി തിരിച്ചു വന്ന കാര്യം അറിയുന്ന ജിൻഹ്യുക്ക് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവന് ആകെ പേടിയായിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും രീതിയിൽ ഇവര് സെറ്റായ തനിക്ക് ഇവളെ നഷ്ടപ്പെടുമല്ലോ എന്ന്. ഇപ്പോഴേ ഇങ്ങനെ ആയല്ലോ കാര്യങ്ങളെന്ന് ഓർക്കുന്നവൻ അതിന്റെ പേരിലൊന്ന് ചിരിച്ചെങ്കിലും അടുത്ത നിമിഷം അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ആ ചാൻസിൽ അവൻ മനസ്സിൽ വെച്ചിരുന്ന ഇഷ്ടമല്ല അങ്ങ് തുറന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് ഷോക്കാവുന്നു. ഇവനെന്തോ അവളെ കളിയാക്കാണെന്നുള്ള ധാരണയിൽ അതങ്ങനെ അങ്ങ് കാര്യമാക്കാതെ മറുപടി കൊടുക്കാതെ അവളങ്ങ് പോകുന്നു. ഇവരുടെ 4 പേരും ഒരു ഗ്രൂപ്പായി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും യൂനയ്ക്ക് കൂടുതൽ താല്പര്യം നാറിയോടാണ്. ജിയെയും സിയോയെയും വലിയ കാര്യമായൊന്നും യൂന മൈൻഡ് ആക്കാറില്ല. അത് അവർക്കും തന്നെ അറിയാം. നാറിക്കും അറിയാവുന്നത് കൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് യൂനയെ കൂടുതൽ മിങ്കിൾ ചെയ്യിപ്പിക്കാനായി ഇവരൊരു ഗ്യാങ് ആയിരുന്നു സംസാരിക്കുന്നതിന്റെ ഇടയിൽ ജിയും യൂനയും മാത്രം അല്ലെങ്കിൽ സിയോയും യൂനയും മാത്രം ഒക്കെ സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ പതിയെ പതിയെ യൂനയ്ക്ക് അവരും ഫ്രണ്ട്സ് ആവാൻ നല്ല കുട്ടികളാണ് എന്നത് ബോധ്യമാവുന്നു. അവൾ പുറമേന്ന് ഇവരോടൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ ധാരണയൊക്കെ തന്നെ അങ്ങ് മാറാണ്. ഇതിന്റെ ഇടയിൽ ജിൻഹ്യുക്ക് നാറിയോട് വീണ്ടും അവന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. താൻ തമാശയല്ല വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യത്തെ കാണുന്നതെന്ന് അവൻ അവളെ ഓർമ്മിപ്പിക്കുന്നു. അവൾക്കും വിരോധമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ രണ്ടുപേരും അങ്ങനെ കിസ് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു കാര്യം കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂന അറിയുന്നത്. എന്തുകൊണ്ടാ നീ ഒരു റിലേഷൻഷിപ്പിൽ ആവുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞതല്ലേ എന്നോട് ചോദിക്കണമെന്ന്, ഞാൻ ഓക്കെ പറഞ്ഞാലേ പ്രണയിക്കാവുള്ളൂ ഞാൻ പറഞ്ഞല്ലേ എന്നെല്ലാം യൂന പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് നടന്നതാണെന്ന് നാറി പറയുന്ന ചെയ്യും. ആ ശരി, എന്തായാലും ഇത്രയായി. പക്ഷെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ അവനെ പറ്റി ഒന്ന് നന്നായി മനസ്സിലാക്കി അവൻ നിനക്ക് പറ്റിയ ആളാണോ നല്ലവനാണോ എന്നൊക്കെ കൺഫേം ചെയ്ത ശേഷം മാത്രം മതി, കേട്ടല്ലോ എന്നൊരു താക്കീതും കൊടുക്കുന്നു. അതിനുശേഷം ഭയങ്കര സ്വാതന്ത്ര്യത്തില് നാറിയും ജിൻഹ്യുക്കും എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പോയാൽ അതിന്റെ ഇടയിൽ കയറി യൂന പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവർക്കൊന്ന് മൊബൈലിൽ മെസ്സേജ് പോലും അയക്കാൻ പറ്റില്ല. നാറി എവിടെയെങ്കിലും ഇരുന്ന മെസ്സേജ് അയച്ച് ഒന്ന് നൈസായി ചിരിച്ച അപ്പൊ യൂന ചെന്ന് മൊബൈലിൽ പിടിച്ചു വാങ്ങും. അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ പ്രണയിക്കാൻ ആരംഭിച്ച ഇവർക്ക് യൂനയെ തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ വയ്യാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രണയിക്കുമ്പോൾ ഒരു ആഗ്രഹം കാണണ്ടേ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് മിണ്ടണമെന്നൊക്കെ. നാറി അതുകൊണ്ട് യൂന അറിയാതെ ജിൻഹ്യുക്കിന്റെ കൂടെ സിനിമയ്ക്ക് പോകാനായി തീരുമാനിക്കുന്നു. പക്ഷെ ആ ഒരു ശ്രമവും വിഫലമാക്കി യൂന അവരുടെ കൂടെ സിനിമ കാണാനായി പോകുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളാകുമ്പോൾ നാറിക്ക് ഒരു ഡൗട്ട്, ഇനി യൂന തന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാനായിട്ടുള്ള വല്ല പരിപാടിയാണോ? ഇങ്ങനെ ഇടം വലം വിടാതെ അല്ലെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ട കാര്യം അവൾക്ക് എന്താണെന്നൊരു സംശയം. എന്തെങ്കിലും അവളുടെ സംശയം സത്യമായി മാറുന്നു. പക്ഷെ അവിടെ യൂനയായിരുന്നില്ല, മറിച്ച് ജിൻഹ്യുക്ക് ആയിരുന്നു തരികിട പണി കാണിച്ചത്. ജിൻഹ്യുക്ക് നാറിയുമായി റിലേഷൻഷിപ്പിൽ ഇരിക്കെ യൂനയെ പ്രപ്പോസ് ചെയ്യുന്നു. അത് യൂനയ്ക്കും നാറിക്കും ഭയങ്കര ഷോക്കായിരുന്നു. യൂന നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ ഫ്രണ്ടിന്റെ ഫീലിങ്സ് വെച്ച് ചുമ്മാ കളിക്കാൻ നിൽക്കരുതെന്ന്. കാരണം അവൾക്ക് നാറിയാണ് ഏറ്റവും വലുത്. ഈ ജിൻഹ്യുക്ക് ആകട്ടെ ആദ്യമൊക്കെ കുട്ടികളെല്ലാവരും അവരുടെ സ്കൂളിൽ പുതുതായി പഠിക്കാൻ വന്ന യൂനയുടെ സൗന്ദര്യത്തെ പറ്റി പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അവളേതോ അഹങ്കാരി പണക്കാരി പെണ്ണെന്ന രീതിയിൽ വിട്ടുകളഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവന്റെ ശ്രദ്ധ നാറിയില് മാത്രം നിന്ന് ആ ഒരു ടൈം ഇവരുടെ പ്രണയം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് അറിയാനായി ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇടയിലേക്ക് യൂന കടന്നു വന്നിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കാര്യമാണ് യൂന താൻ വിചാരിച്ച കണക്ക് വലിയ പ്രശ്നക്കാരിയില്ല, അവള് നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമാണ് അവളുടേത് എന്ന തോന്നൽ അവന്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. അങ്ങനെ നാറിയെ ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് പതിയെ പതിയെ അവന്റെ ശ്രദ്ധ യൂനയിലേക്ക് മാറി. എന്റെ ഫ്രണ്ടിനെ ചതിച്ച നിന്നെ ഒരു രീതിയിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് ജിൻഹ്യുക്കിന് അപ്പൊ തന്നെ യൂന മറുപടി കൊടുക്കുന്നു. പക്ഷെ ആ സമയത്താണ് ഇതെല്ലാം കേട്ട് നാറി നിന്ന കാര്യം അവർ രണ്ടുപേരും കാണുന്നത്. ജിൻഹ്യുക്ക് നാറി കണ്ടപാടെ വീണ്ടും ഭയങ്കര ഇഷ്ടക്കേടില് അവളെ വായി വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂന അവനോട് ദേഷ്യപ്പെട്ട് അവളെ സമാധാനിപ്പിക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്റെ ലൈഫ് ഇപ്പൊ ഇങ്ങനെ ആവാൻ കാരണം നീയാ. പണ്ട് നമ്മൾ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളായിരുന്ന ആ ഒരു സമയത്തും നീ കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടത്. ഇപ്പോഴും നീ കാരണം തന്നെ ഞാൻ വീണ്ടും സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞ് നാറി യൂനയോട് ദേഷ്യപ്പെടുന്നു. യൂനയ്ക്ക് പക്ഷെ അവളുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കണമെന്ന് ഒരു ഇന്റൻഷനും ഉണ്ടായിരുന്നില്ല എന്നത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അത് നാറി മനസ്സിലാക്കുന്നില്ല. ഇതേ ടീം ഇവരുടെ ഫ്രണ്ട്ഷിപ്പില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് അറിയുന്ന സൂബിന് ഭയങ്കര സന്തോഷമാവുന്നു. സൂബിന് ഈ അവസരം മുതലാക്കാനായി നാറിയുടെ മറ്റു 2 ഫ്രണ്ട്സിനെയും കൂടി അവളെ കൊണ്ട് തെറ്റിക്കാനായി ആവുന്നതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നാറി അവളുടെ 2 ഫ്രണ്ട്സിന്റെ കൂടെയും അതായത് ജിയുടെ കൂടെയും സിയോയുടെയും കൂടെയും വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സൂബിന്റെ പരിശ്രമങ്ങളെ ഒക്കെ വിഫലമാക്കുന്നതിൽ സൂബിന് നല്ല കലിപ്പ് വരുന്നുണ്ട്. എന്നിരുന്നാലും യൂനയുമായിട്ടുള്ള ഇവളുമാരുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ കഴിഞ്ഞല്ലോ. ആ യൂനയല്ലേ അന്ന് ഞാൻ അവളോടൊന്ന് നന്നായി സംസാരിക്കാൻ ചെന്നപ്പോ എന്നെ വായി വന്നതൊക്കെ പറഞ്ഞ് ആട്ടിവിട്ടതെന്ന നല്ല പുച്ഛവും സൂബിനുണ്ടായിരുന്നു. ഈ സമയത്താണ് പണ്ട് എന്താണ് നാറിക്കും യൂനയ്ക്കും ഇടയിൽ നടന്ന പ്രശ്നം എന്ന ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നാറി ആ ഒരു കുഞ്ഞു പ്രായത്തിലെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു എല്ലാവരുടെ ഇടയിൽ. എല്ലാവരും അവളോട് കൂട്ടുകൂടാനായി തിടുക്കം കൂട്ടിയെങ്കിലും അവൾ കാണാതെ
അറിയാതെ അവളുടെ കുറ്റങ്ങൾ പറഞ്ഞ് പണത്തിന്റെ ഹുങ്കാണ് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിരുന്നു അവർ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത്. ആ സമയത്താണ് അവളെ ആത്മാർത്ഥമായി കെയർ ചെയ്യുന്ന നാരി എന്ന നല്ലൊരു ഫ്രണ്ടിനെ യൂനിക്ക് കിട്ടിയത്. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് നാരി എപ്പോഴും എല്ലാവരുമായി കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആൻ എന്ന പുതിയ പെണ്ണുമായി അവൾ കമ്പനി ആയത്. അപ്പോഴും യൂനയുമായുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് നാരി തുടർന്നെങ്കിലും ആനിനെ യൂനയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുന്ന ആൻ നാരിയും യൂനയും തമ്മിൽ തെറ്റിക്കാനായി കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതുവഴി യൂനയുടെ പേരൻസ് ഡിവോഴ്സ് ആയവരാണ് എന്ന കാര്യം അറിയുന്ന ആൻ യൂന അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നാരിയെ ക്ഷണിച്ചുകൊണ്ട് മെസ്സേജ് അവളുടെ മൊബൈലിലേക്ക് അയച്ചിരിക്കുന്നത് കണ്ട് അത് നൈസായി ഡിലീറ്റ് അടിക്കുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ ബർത്ത്ഡേക്ക് നാരി വരുമെന്ന് പ്രതീക്ഷിച്ച് യൂന ഏറെ നേരം കാത്തിരുന്നു. പക്ഷെ അവിടെ വന്നത് ആനായിരുന്നു. കൂടാതെ അവളുടെ പേരൻസ് ഡിവോഴ്സ് ആയ കാര്യം പറഞ്ഞ് ഇവളെ അഹങ്കാരിയായത് വളർത്താൻ ആരും ഇല്ലാതെ ആരെയും പേടിക്കാനില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ തന്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്ന നാരിയാണ്. അപ്പൊ അവളായിരിക്കും ഇതെല്ലാം ഈ ആനിനോട് പറഞ്ഞ് തന്നെ ഇപ്പൊ ഇങ്ങനെ നാണം കെടുത്തിയതെന്ന് യൂനയ്ക്ക് അപ്പൊ തെറ്റിദ്ധാരണ വരുന്നു. നാരി പറയാതെ അത് ആൻ അറിഞ്ഞതാണ് എന്നത് യൂന ചിന്തിച്ചതേയില്ല. ആ ഒരു സംഭവത്തിന് ശേഷം നാരിയെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യാനായി യൂന തിടുക്കം കാട്ടി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മറന്ന് ശത്രുവായാണ് യൂന നാരിയെ പിന്നീട് കണ്ടത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നാരി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നത് യൂനയ്ക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അന്നത്തെ ഇൻസിഡന്റ് മൂലം വളരെ ഹേർട്ട് ആയിരുന്ന നാരിയുടെ അടുത്ത് ചെന്ന് എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, നിന്നെ ഞാൻ പറഞ്ഞതിനൊക്കെ മാപ്പെന്ന് പറഞ്ഞ് സംസാരിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിഡിൽ സ്കൂളിലെ പഠനം കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് പുതിയൊരു സ്കൂളാണ് നാരി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നറിയുന്ന യൂന അവിടേക്ക് ചെന്ന് പഴയ പിണക്കങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കൊണ്ടുപോകാനായി ഒരു ശ്രമം നടത്തിയതായിരുന്നു. എന്തായാലും ഇവിടെ വന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ഒരു ചാൻസ് കൂടി നേടാനായിട്ടായിരുന്നു യൂനയുടെ ശ്രമം. യൂന അങ്ങനെ അവളുടെ മറ്റു രണ്ട് ഫ്രണ്ട്സിലെ ജിയും സിയോയും അവരുടെ സഹായത്തോടു കൂടി നാരിയുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അതിനായി അവൾ അവരുടെ ക്ലാസ്സിൽ നടന്ന ഒരു പെർഫോമൻസിന്റെ വേദിയായിരുന്നു തെരഞ്ഞെടുത്തത്. അവളുടെ ആ ഒരു പെർഫോമൻസിലൂടെ അവൾ നാരി എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്നും മുന്നേ ചെയ്ത തെറ്റുകൾക്ക് എത്രത്തോളം സോറി ചോദിക്കുന്നെന്നും മനസ്സറിയാതെ തനിക്കൊരു പങ്കുമില്ലാത്ത കാര്യത്തിൽ തന്റെ പേര് വന്നുപെട്ട് നാരി സങ്കടപ്പെട്ടതിനും സോറി ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നാരിക്കും അത് ഹൃദയത്തിൽ നിന്നുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാവുന്നു. അല്ലെങ്കിലും ഏതോ ഒരു പയ്യൻ ഇവളെ തേച്ചതിന് നാരി എന്ത് ചെയ്യാനാണ്? നാരി അവിടെ ഉണ്ടെന്നറിയാതെ പോലും അവന് ചുട്ട മറുപടി യൂന കൊടുക്കുന്നത് അവൾ നേരിട്ട് കേട്ടതല്ലേ. എന്തായാലും അതോടുകൂടി അവൾക്കും യൂനയോടുള്ള പിണക്കങ്ങളൊക്കെ മാറുന്നു. അങ്ങനെ ഇവർ പഴയത് കണക്ക് ഒന്നിക്കുന്നത് പയ്യന്മാരില്ലെങ്കിൽ എന്താ, പ്രണയം ഇല്ലെങ്കിൽ എന്താ, ലൈഫ് ഫ്രണ്ട്ഷിപ്പ് മതി ഹാപ്പിയായി മുന്നോട്ട് പോകാനെന്ന ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഒത്തുകൂടി ഇരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.